ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീധരിയം ഭാഗവത പാഠം 25 ശ്ലോകങ്ങൾ 50-51 ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സുരൂപിണീ. ജാതാഹം യുവതീ സമ്യക് പ്രേഷ്ഠരൂപാതു സാമ്പ്രതം. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സുരൂപിണീ. ജാതാഹം യുവതീ സമ്യക് പ്രേഷ്ഠരൂപാതു സാമ്പ്രതം.
ഇമൗ തു ശൈതാവത്ര സുതൗ മേ ക്ലിശ്യത ശ്രമാൽ ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യത്തെ മയാ. ഇമൗ തു ശൈതാവത്ര സുതൗ മേ ക്ലിശ്യത ശ്രമാൽ ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യത്തെ മയാ. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ശ്ലോകങ്ങൾ ചൊല്ലുക. ആദ്യം ശ്രവണം ചെയ്യുക. ആദ്യമായിട്ട് പറഞ്ഞത്, അതായത് 50-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, വൃന്ദാവനം പുനഃ പ്രാപ്യ നവീനേവ സുരൂപിണി ജാതാഹം യുവതീ സമ്യക് പ്രേഷ്ഠരൂപാതു സാമ്പ്രതം. വൃന്ദാവനം, ഇതിൽ അർത്ഥം പറയാനൊന്നുമില്ല. വൃന്ദാവനം എന്ന് പറയുമ്പോൾ വൃന്ദാവനം തന്നെ. പുനഃ, പിന്നീട്, അല്ലെങ്കിൽ പിന്നെ. വൃന്ദാവനം പുനഃ പ്രാപ്യ, പ്രവേശിച്ചു, പിന്നീട് പ്രവേശിച്ചു. നവീനേവ സുരൂപിണി, പുതിയ അവയവം. നവീനേവ സുരൂപിണി, രൂപം പുതിയതായി മാറുക, അല്ലെങ്കിൽ ഒരു പുതിയ രൂപം ലഭിച്ചതുപോലെ. ജാതാഹം, അതായത് എനിക്കൊരു പുതിയ ജന്മം കിട്ടിയതുപോലെ, അല്ലെങ്കിൽ പുതിയൊരു ശരീരം കിട്ടിയതുപോലെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് മുഴുവനും വീണ്ടെടുത്തു എന്നൊക്കെയാണ് അർത്ഥം. ജാതാഹം, അഹം ജാത, യുവതി സമ്യക് പ്രേഷ്ഠരൂപ തു സാമ്പ്രതം, നല്ലൊരു യുവതിയായിട്ട് തീർന്നു പെട്ടെന്ന് തന്നെ. തളർന്ന് ക്ഷയിച്ചു കിടന്ന ഭക്തിയുടെ വാക്കുകൾ. ഇമൗതു ശൈതാവത്ര, ഇമൗതു, ഈ രണ്ടുപേരുള്ളത് കൊണ്ടാണ് ഇമൗ ഇമൗ എന്ന് പറയുന്നത്. ഇമൗതു ശൈതാവത്ര സുതൗ, ഈ കുട്ടികള്, മേ ക്ലിശ്യത ശ്രമാൽ, രണ്ട് പുത്രന്മാര്, ക്ലേശം നിമിത്തം, ക്ലിശ്യത ശ്രമാൽ, ഇദം സ്ഥാനം പരിത്യജ്യ, ഈ ക്ലേശനിമിത്തം ഈ ഇദം സ്ഥാനം പരിത്യജ്യ, ഇവിടെ എത്തിയിട്ടും എന്താ, ഒന്ന് രക്ഷപ്പെട്ടില്ല, വീണ് കിടക്കുന്നു. പിന്നെന്താണ്, ഈ സ്ഥാനം വിട്ടിട്ട്, ഇദം സ്ഥാനം പരിത്യജ്യ, ഈ സ്ഥാനം വിട്ടിട്ട്, പരിത്യജിച്ചിട്ട് മറ്റൊരു വിദേശം, മറ്റൊരു സ്ഥാനത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ വിചാരം. വിദേശം ഗമ്യതേ മയാ. ഇതാണ് ഇതിൻ്റെ പദങ്ങളും സാമാന്യ അർത്ഥവും. ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ഭക്തി പറഞ്ഞതെന്താ, ഞാനും ദുർബലയായ ഞാനും എൻ്റെ രണ്ട് പുത്രന്മാരും അധികകാലം അവിടെ അശക്തരായിട്ട് കഴിഞ്ഞുകൂടി ഗുജറാത്തിൽ. പിന്നെ വൃന്ദാവനത്തിൽ ഞാൻ പ്രവേശിച്ചു. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി, വൃന്ദാവനത്തിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ പുതിയ ദേഹം ലഭിച്ചതുപോലെ അവയവങ്ങൾക്ക് സൗന്ദര്യമുണ്ടായി. ഞാൻ നല്ലൊരു യുവതിയായി തീർന്നു. ഇപ്പോൾ എൻ്റെ സ്വരൂപം ഏറ്റവും കമനീയമായിരിക്കുന്നു, സുന്ദരമായിരിക്കുന്നു. എന്നാൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാർ, ഈ രണ്ട് കുട്ടികൾ ജ്ഞാനവും വൈരാഗ്യവും
ക്ലേശം നിമിത്തം ഇവിടെ വീണ് കിടക്കുകയാണ്, ദുഃഖം നിമിത്തം വീണ് കിടക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഇവർക്ക് ഈ അവസ്ഥയിൽ ഇവിടുന്ന് നേരെയാവുന്നില്ലല്ലോ, ഇവരുടെ ക്ഷീണം മാറുന്നില്ലല്ലോ എന്നാ. ഭക്തി പറയുകയാണ് നാരദ മഹർഷിയോട്, ഞാൻ ഈ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി എൻ്റെ ശരീരത്തിന് നഷ്ടപ്പെട്ട ആ സൗന്ദര്യം വീണ്ടും കിട്ടി, എൻ്റെ യൗവനത്വം വീണ്ടും കിട്ടി, ഞാൻ വീണ്ടും സുന്ദരിയായി കമനീയയായി തീർന്നു. എപ്പോഴും വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി. അത്രമാത്രം മഹത്വമുണ്ട് ഈ മണ്ണിന് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ കുട്ടികള് ശരിയാവുന്നില്ല, അവര് ക്ഷീണിച്ച് തളർന്നു കിടക്കുകയാണ്. ഇവരെ ശരിയാക്കിയെടുക്കാൻ ആകാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിന്നും എവിടേക്കെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് ആര് പറയുന്നത്? ഈ ഭക്തിദേവി പറയുന്നത്. വളരെ വിശേഷപ്പെട്ടതാണ് ഈ വൃന്ദാവനം. കാരണം തളർന്നു കിടന്ന ഞാനിപ്പോൾ ഇവിടെ എത്തിയില്ലേ, അതിശ്രേഷ്ഠമായിട്ടുള്ള ഈ വൃന്ദാവനത്തിലേക്ക് എത്തുന്ന സമയത്ത്, പരിപാവനമായ ഈ വൃന്ദാവനത്തിലേക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഈ വ്രജഭൂമിയിലേക്ക് ഞാൻ എത്തുന്നതോട് കൂടിയിട്ട് ഈ വ്രജത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു ലിങ്കിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വ്രജത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? രാധാറാണിയുടെ അനുഗ്രഹം വേണം. അനുമതിയുള്ളവർക്ക്, രാധാറാണിയുടെ അനുമതിയുള്ളവർക്ക് ഈ വ്രജത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ പാഠത്തില് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സപ്തപുണ്യ നഗരികളുണ്ട്. ഏതൊക്കെയാണ്? അതിനൊരു ശ്ലോകമൊക്കെ പറഞ്ഞിരുന്നു. അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, പുരി, ദ്വാരവതി ചൈവ സപ്തൈതേ മോക്ഷദായിക. 7 പുണ്യ നഗരങ്ങൾ അല്ലെങ്കിൽ പുണ്യ നഗരികൾ, സപ്തപുണ്യ നഗരികൾ. ഒന്ന് അയോധ്യ, പിന്നെ മധുര. മധുര എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, UP-യിലുള്ള ഈ മധുരയാണ്. വിശദീകരണം പിന്നീടാവാം. ഈ വൃന്ദാവനം ഉൾപ്പെടുന്ന മധുരാഖണ്ഡം എന്ന് ഗർഗഭാഗവതത്തിൽ പറയുന്ന ഈ മധുര. മായ, മായ എന്ന് പറയുന്നത് മായ ഇതാണ്, ഹരിദ്വാറിനെയാണ് മായ എന്ന് പറയുന്നത്. കാശി, വാരാണസി എന്ന് പറയുന്നതൊക്കെ കാശിയാണ്. അതുപോലെ കാഞ്ചി, കാഞ്ചീപുരം, അവന്തിക, ഉജ്ജയിനി, അതിനെയാണ് അവന്തിക എന്ന് പറയുന്നത്. ദ്വാരവതി, ദ്വാരക, ദ്വാരവതി പട്ടണം എന്നാണ്. പുരി, ദ്വാരവതി. ചിലർ വിചാരിക്കും പുരി എന്ന് പറയുന്ന സ്ഥലം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇല്ല, 7 പുരി, ദ്വാരവതിയും ദ്വാരകാപുരി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് മോക്ഷദായകങ്ങളായ 7 പുണ്യ നഗരങ്ങൾ. ഈ പുണ്യ നഗരങ്ങളിലെല്ലാം വെച്ച് ഇന്നും എന്നും ശ്രേഷ്ഠമായിട്ടുള്ളത്, വേറിട്ട് നിൽക്കുന്നത്, അപൂർവതകളുള്ളത്, രഹസ്യങ്ങളുള്ളത്, അതുപോലെ എല്ലാ തീർത്ഥങ്ങളുടെയും തീർത്ഥമായിട്ടുള്ള സ്ഥാനം അതേതാണ്? ഈ വ്രജഭൂമിയാണ്. അതാണ് മധുരാഖണ്ഡം എന്ന് പറയുന്നത്. വൃന്ദാവനം ഉൾപ്പെടുന്ന മധുരയുള്ള ഈ പുണ്യ രാജ്യം, ഈ മധുര ഉൾപ്പെടുന്ന ഈ ദേശത്തിന് പൊതുവെ നമ്മൾ വൃന്ദാവനം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വ്രജത്തിലേക്ക് പ്രവേശിക്കാൻ രാധാറാണിയുടെ അനുമതിയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗഗസാമ്യൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഈ പൂർണ്ണ ബ്രഹ്മം,
ഇവിടെ അവതരിച്ചതുകൊണ്ട് ഏറ്റവും ഭാഗ്യമുള്ളത് ഈ വ്രജമണ്ഡലത്തിലുള്ള വ്രജവാസികൾ തന്നെയാണ് എന്ന് നമുക്കൊക്കെ പറഞ്ഞു തരുന്നത് ഈ വ്രജത്തെക്കുറിച്ച്, വ്രജമഹത്വം, വ്രജത്തിലേക്ക് എന്നുള്ള പ്രത്യേക എപ്പിസോഡിലൂടെ 1-2 ഭാഗങ്ങളായിട്ട് വേറെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്കവിടെ വൃന്ദാവന ദർശനം, മാനസികമായ വൃന്ദാവന ദർശനം നടത്താനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കിട്ടുന്നത്. അവിടെയുള്ള വിശദമായ പഠനം, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ പഠനം ഒരു സമ്പൂർണതയിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ ഈ വൃന്ദാവനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. ബാക്കിയുള്ള പുരികളെ കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് പറയാം. അതിശ്രേഷ്ഠമായിട്ടുള്ളത് ഈ വൃന്ദാവനം തന്നെയാണ്. അവിടെയുള്ള ചില പ്രത്യേകതകൾ, ഓരോ പുരിയിലും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അയോധ്യ രാമന്റെ രാജ്യമാണ്, മധുര കൃഷ്ണന്റെ ജന്മസ്ഥലമാണ്, കൃഷ്ണന്റെ രാജ്യം എന്നല്ല ജന്മസ്ഥലമാണ്, ദ്വാരക ഹരി അഥവാ വിഷ്ണുവിന്റെ നാടാണ്, വാരാണസി ശിവന്റെ വാസസ്ഥലം, ഉജ്ജയിനിയും ശിവന്റേത് തന്നെ, ദ്വാരക ശ്രീകൃഷ്ണന്റെ രാജ്യം, കാഞ്ചീപുരം ദേവി കാമാക്ഷി അധിപയായിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഹരി ഓം, നമസ്കാരം.